എന്തായാലും പ്രതാപന്റെ പെണ്ണായി നീയും ഈ വീട്ടിലേക്ക് വരേണ്ടതല്ലേ? അത് ശരി. ചേച്ചി വിളിച്ച എന്തിനാണെന്ന് പറയൂ ചേച്ചി. അതെ, ഇവിടെ നടന്ന കാര്യം എന്താന്ന് ഞാൻ ആദ്യം പറയാം. എന്താ മോളൊന്നും മിണ്ടാതെ നിൽക്കുന്നേ? ഞാൻ എന്ത് മറുപടി പറയാനമ്മേ? എന്നെ സ്നേഹിച്ച് എന്റെ പിന്നാലെ വന്നൊരാളാ ഹരീഷ്. ഞങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു. എന്നിട്ടും ഒരു കാരണവുമില്ലാതെ ഹരീഷ് എന്നെ ഉപേക്ഷിക്കാൻ തയ്യാറാവുക. എന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാളുടെ കൂടെയുള്ള ജീവിതം എനിക്ക് എന്തിനമ്മേ? അങ്ങനെ ഒരാളെ എനിക്കും വേണ്ട. ഈ ഡിവോഴ്സിന് ഞാൻ തയ്യാറാ. ശ്രീ ശ്രീ എല്ലാം പ്രതിസന്ധിയിലാണല്ലോ മോനെ. അതെ അച്ഛാ, ഞാനും വല്ലാത്ത ടെൻഷനില്ല. അവിടെ നടന്ന സംഭവങ്ങളൊക്കെ അച്ഛൻ അറിഞ്ഞായിരുന്നോ? ഇല്ല. ഞാൻ പറയാം. മാഡം അവിടെ വന്നത് നന്നായി മോനെ. പക്ഷെ പ്രതികരിച്ച് നിൽക്കാതിരുന്നതാ അവർക്ക് വെച്ച് തെറ്റ്. അച്ഛാ, ഈ ഋതുവും എന്നോട് അകൽച്ചയില്ല. അതെന്താ? ചെറിയൊരു സൗന്ദര്യപ്പിണക്കോ? അതൊക്കെ മാറൂടാ, എല്ലാം ശരിയാവും. നീ സമാധാനമായിട്ട് നിൽക്ക്. ഇവർക്ക് എന്തോ ഒരു പ്ലാൻ ഉണ്ടല്ലോ. ഇത് കണ്ടുപിടിച്ചേ പറ്റൂ. ഞാനും ഇവരും തമ്മിൽ സ്വഭാവത്തിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. ഇവന് ഉറക്കവുമില്ലേ? മനസ്സിന് തീ പിടിച്ചിട്ട് റൂമിൽ കിടന്ന് വട്ടം കറങ്ങുക. ഈ അവസരം മുതലെടുക്കണം. സംയുക്തയെ ചുമതലപ്പെടുത്താം. ജഗനങ്ങളുടെ സിറ്റുവേഷൻ എങ്ങനെയുണ്ട് ഡോക്ടർ? അത് ഞാൻ രാജുവിനോട് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ. ജഗനോട് ഞാൻ പല ചോദ്യങ്ങളും ചോദിച്ചു നോക്കി. ചോദിക്കുന്ന ചോദ്യങ്ങൾക്കല്ല അയാള് ഉത്തരം നൽകുന്നത്. പിന്നെ സ്പഷ്ടമല്ലാതെ പലതും വിളിച്ചു പറയുന്നുണ്ട്. എപ്പോഴും വ്യക്തമായിട്ട് ജഗൻ പറയുന്ന 3 പേരുകളാ. അത് ഏതൊക്കെയാ ഡോക്ടർ? പ്രതാപവർമ്മ സാർ, പ്രതാപൻ. അങ്ങനെയാ ജഗന്നാഥൻ പറയുന്നത്. അവര് ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു ഡോക്ടർ. ആ, അതെനിക്കറിയാം. പിന്നെ ആരുടെയൊക്കെ പേരുകളാ അങ്കിള് പറയുന്നത്? പിന്നെ പറയുന്നത് ഋതികയുടെ പേരാ. ഋതികമോൾ എന്നെയാ ജഗൻ പറയുന്നത്. ഇടയ്ക്ക് പത്മാവതി എന്ന പേരും പറയും. അപ്പോ കോമ സ്റ്റേജൊക്കെ മാറിയല്ലോ ഡോക്ടർ? ആ, മാറി. ദിസ് ഈസ് എ പോസിറ്റീവ് സൈൻ. ഐ എം കോൺഫിഡന്റ് ജഗൻ വിൽ കം ബാക്ക് അലൈവ്. ഏതായാലും ട്രീറ്റ്മെന്റ് തുടരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ശരി ഡോക്ടർ. എന്നാ ഞാൻ നാളെ ഋതികയും കൂട്ടി വരാം. ഓക്കെ രാജു, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ഡോക്ടർ. ആ, ഹലോ, ഞാനാ സംയുക്തേ, അംബിക. സംയുക്ത? എന്താ അംബിക ചേച്ചി? ഋതികയെ പുറത്താക്കിയ ശേഷേ ഇവിടെ ഉണ്ടായ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? ഇല്ല. ആ, എന്നാ ഞാൻ പറയാം. നീ കൂടെ അറിയണമല്ലോ. എന്തായാലും
പ്രതാപന്റെ പെണ്ണായി നീയും ഈ വീട്ടിലേക്ക് വരേണ്ടതല്ലേ? അത് ശരി. ചേച്ചി വിളിച്ചത് എന്തിനാണെന്ന് പറയൂ ചേച്ചി. അതെ, ഇവിടെ നടന്ന കാര്യം എന്താന്ന് ഞാൻ ആദ്യം പറയാം. ഇതിനൊക്കെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചേച്ചി പറയുന്നേ? നീ എന്ത് ചെയ്യണമെന്നോ? ഹ, എടി പ്രതാപൻ നിന്റെ ആരുമല്ലേ? നീ അവനെ വിളിച്ചൊന്ന് ആശ്വസിപ്പിക്കണം. ആ, അവന്റെ കൂട്ടിലടിച്ച വെരികിനെ പോലെ മുറി കിടന്ന് വട്ടം കറങ്ങുക. അവന് ഭ്രാന്ത് പിടിക്കുന്നതിന് മുൻപ് നീ അവനെ വിളിച്ചൊന്ന് ആശ്വസിപ്പിക്കടി. ദേ, വേഗം വേണം കേട്ടോ. വർമ്മ സാറ് വളരെ നല്ല മനുഷ്യന്. എനിക്ക് അദ്ദേഹത്തോട് ആദരവും ഉണ്ട്. അതുകൊണ്ട് ഒന്ന് വിളിച്ചേക്കാം. അത് ശരി, അവര് വിളിച്ചു. വേറെന്താ കോൾ അറ്റൻഡ് ചെയ്യാത്തത്? പവിത്ര സിസ്റ്ററോ? അവരെ വിളിച്ചത് സംയുക്ത എന്നല്ലേ? ഹലോ സാർ വലിയ ടെൻഷനിലാണെന്ന് അമ്പിയ ചേച്ചി വിളിച്ചു പറഞ്ഞു. അതാ ഞാൻ വിളിച്ചേ. ആ, ഇവിടെ ചില പ്രശ്നങ്ങളാ. ആകെ ഒരു അസ്വസ്ഥത സിസ്റ്ററെ. സാറ് വിഷമിക്കാതെ. ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന ചില ഇൻസിഡന്റുകൾ ഓർത്താൽ എനിക്ക് ഭ്രാന്തായേക്കാവുന്ന ചില ജീവിത ദുരന്തങ്ങൾ. കണ്ണീരും വേദനയും അപമാനവും നിറഞ്ഞ ഒരു ഭൂതകാലം അതെന്നെ വേട്ടയാടുന്നു സിസ്റ്ററെ. ഇതിനൊക്കെ ഞാൻ എന്ത് പറയാനാ സാർ? ഇത്രയും അറിവുള്ള സാറിനോട് ഞാൻ എന്ത് പറഞ്ഞാലും അത് അധിക പെറ്റാവും. സാറ് സമാധാനം കണ്ടെത്താൻ ശ്രമിക്കുക. അത്രേ എനിക്കിപ്പോ പറയാനുള്ളൂ. ശരി സിസ്റ്ററെ. അപ്പൊ ഈ പവിത്രയും സംയുക്തയും ഒന്ന് തന്നെയല്ലേ?